നഷ്ടപ്പെട്ടു പോയത് ഖളാ വീട്ടിക്കോളൂ. അല്ലാഹു നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ഇബാദത്തുകളും വീണ്ടെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ പറയട്ടെ. ചില ആളുകളെങ്കിലും പറയും ഖളാ ആയി പോയത് പിന്നെ വീട്ടേണ്ടതില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ എന്താ ചെയ്യാ, തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന കാലമാണ്. അതൊക്കെ പല ആളുകളും പല രീതിയിലും നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ ബോധമുണ്ടായിട്ട് അല്ലാഹു തആല ആരോഗ്യവും ബുദ്ധിയും തന്ന ആഖിലും ബാലിഗുമായും മുമയ്യസായി നടന്നിട്ട് പോലും നിസ്കരിക്കാതെ പിന്നീട് നിസ്കാരം തുടങ്ങാൻ ആരംഭിക്കുമ്പോ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളുടെ കണക്ക് വെച്ച് ഖളാ വീട്ടേണ്ടതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ സാരോപദേശമുണ്ടതിൽ. തൗബ ചെയ്യുന്നു റബ്ബേ ഇന്നി തുബ്തു ഇലൈക വ അനബ്ത്, ഞാൻ തൗബ ചെയ്തു റബ്ബേ നിന്നിലേക്ക് മടങ്ങി എന്നൊരു മനുഷ്യനിങ്ങനെ വിളിച്ചു പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്കറിയുമോ എന്താണ് മഅനാ തൗബതിക്, നിങ്ങളുടെ തൗബയുടെ അർത്ഥം എന്താണെന്നറിയുമോ? എന്ത് വേണം? തൻദമ, സങ്കടപ്പെട്ട് കരയണം. നീ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവല്ലേ. ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. നഷ്ടപ്പെട്ടു പോയ ഫർളുകൾ നിങ്ങൾ വീണ്ടെടുക്കുകയും ഖളാ വീട്ടുകയും ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോഴേ ആ തൗബ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരിക്കുകയും പിന്നെയും പറയും അത് നഷ്ടപ്പെട്ടത് ഖളാ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കേട്ടിട്ട് ചിലർ പറയും ഞാൻ ആ മൗലവിൻ്റെ പല ഞാൻ മൂല്യരപ്പ അതപ്പോൾ അതിൽ സൗകര്യം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. പടച്ചോൻ അങ്ങനെയൊന്നും പെട്ടുപോകല്ലേ. ഇവിടെ നമുക്ക് ആരോഗ്യമല്ലേ, ചെയ്തു നോക്കുക. വേണ്ടെങ്കിൽ അള്ളാഹു ഒഴിവാക്കി തന്ന അവിടെ ചെന്നിട്ട് പറയാം വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില ഡോക്യുമെൻ്റ് ആയിട്ട് പോകും. ചിലപ്പോൾ പാസ്പോർട്ട് ഒറിജിനൽ വേണം, അത് കോപ്പി മതി എന്ന് പറഞ്ഞു പോകും. കോപ്പി മതി എന്ന് കൊണ്ട് ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ക്യൂ നിന്ന് രാവിലെ മുതൽ ചെയ്ത് ഈ പണിക്ക് വെറുതെ ആയില്ലേ. ഇവിടുന്ന് ചെയ്തോളി മുഅ്മിനീങ്ങളെ. നമ്മുടെ ഉലമാ അർത്ഥശങ്കക്കിടമില്ലാത്തതും പറഞ്ഞിരിക്കുക. മുജാഹദ ചെയ്യണം. നിസ്കാരത്തിന് ആനന്ദം വരുന്നവരെ അധ്വാനിക്കേണ്ടി വരും. മഹാനായ അല്ലാമത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തഅദ്ദബ്തു ബിസ്സലാത്തി 20 സന, 20 വർഷം ഞാൻ നിസ്കരിച്ചപ്പോൾ എൻ്റെ നിസ്കാരത്തിൽ എനിക്ക് വേദന തോന്നി തുടങ്ങിയിട്ടുണ്ട്. തഅദ്ദബ്തു ബിസ്സലാ, നിസ്കാരം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല 20 കൊല്ലം. പക്ഷെ ഞാൻ കഠിനാധ്വാനം ചെയ്തു. എന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയാവാനും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ എന്റെ ദുന്യാവെന്റെ പിറകിലേക്ക് തള്ളി അല്ലാഹുവിലേക്ക് മുന്നിടാനും ദുന്യവിയായ ഒരു ചിന്തകളും എന്റെ മനസ്സിലേക്ക് വരാതിരിക്കാനും ഞാൻ എന്റെ നിസ്കാരത്തെ ക്രമപ്പെടുത്താനെടുത്ത സമയം 20 കൊല്ലമാണെന്ന് മഹാനായ അല്ലാമത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു 20 കൊല്ലം കഠിനാധ്വാനം ചെയ്തു. നമ്മൾ പറയും നിസ്കാരത്തിൽ ഓർമ്മ കിട്ടണില്ല, നിസ്കാരത്തിൽ അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരുന്നില്ല. നമ്മൾ എത്ര തവണ പരിശ്രമിച്ചു. അൽ മുജാഹദ, എത്ര തവണ നമ്മൾ പരിശ്രമിച്ചു. അതിന് വെറുതെ നിൽക്കുമ്പോ വരുമോ? നമ്മൾ ആലോചിക്കാതെ വരുമോ? മൊബൈൽ ഫോണിന് വർത്താനം പറഞ്ഞ അല്ലാഹു അക്ബർ. എന്ത് നിസ്കാരം? ഒളൂ ധൃതി പിടിച്ചിട്ട് മാ ഖബലിയോ മാ ബഅദിയോ ആയ റവാത്തിബുകൾ സുന്നത്തുകൾ ഒന്നും ചെയ്യാതെ വർത്തമാനം പറഞ്ഞ് പാട്ടും പാടിയിട്ട് പള്ളിയിലേക്ക് വന്ന അല്ലാഹു അക്ബർ. എന്ത് നിസ്കാരം ഇത്? അങ്ങനെയാണോ? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ വളരെ ശാന്തമായിട്ട് വരിൻ, ഓടി വരല്ലിൻ, ഓടിക്കതച്ചു വരല്ലിൻ. വളരെ ഭവ്യതയോടുകൂടെ ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരിൻ. ഇമാമോടുകൂടെ റുക്കൂഅ് കിട്ടാൻ വേണ്ടിയിട്ട് ഇമാമിന്റെ കൂടെ ജുമുഅക്കൊക്കെ ഉണ്ടാവും അങ്ങനല്ലേ. ജുമുഅയുടെ ഒന്നാമത്തെ റുക്കൂഇലേക്ക് ഇമാം പോകുമ്പോ അല്ലെങ്കിൽ രണ്ടാമത്തെ റുക്കൂഇലേക്ക് പോകുമ്പോ ഓടി വരികയാണ്. ഓടി വന്ന് മുറ്റവും കഴിഞ്ഞ് അപ്സ്റ്റെയറിലേക്ക് 2ാം നിലയിലേക്ക് ഓടിപ്പോയിട്ട് വേണം റുക്കൂഇൽ ഇമാമിന്റെ കൂടെ പിടിക്കാൻ. എന്ത് നിസ്കാരം! അല്ലാഹുവിനെ ഓർത്തോ, നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ എന്നാണ് ഈ പറയുന്നത്. ഇവന്റെ വലുതെന്താ? ഒരു റക്അത്ത് നിസ്കരിക്കാതെ കഴിച്ചിലായി കിട്ടുമെന്നവൻ നോക്കണത്. അതപ്പോ വലുത്, അതിനപ്പോ ഓടിയത്. നിങ്ങൾ ഓടല്ലിൻ, ശാന്തമായി നടന്നു വരിൻ. ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എടുക്കുകയും ഇമാമ സലാം വീട്ടിയാ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുവിൻ. എന്നാലും നിങ്ങൾ ഓടി വരല്ലിൻ. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? പരിശ്രമിച്ചിട്ടുണ്ടോ? 20 സന, 20 വർഷമാണ് എന്റെ നിസ്കാരം ശരിയാക്കിയെടുക്കാൻ ഞാൻ എടുത്ത സമയമെന്ന് ലോക പ്രശസ്തനായ പണ്ഡിതൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് പറഞ്ഞു?
മഹാനവറുകൾ പറയുകയാണ്, അത് കഴിഞ്ഞ് മറ്റൊരു 20 വർഷം ആ നിസ്കാരം കൊണ്ട് ഞാൻ ആനന്ദത്തിലാണ്. 20 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് എന്റെ നിസ്കാരം ശരിയാക്കിയെടുത്തു. പിന്നെ 20 വർഷം ഞാൻ എൻജോയ് ചെയ്തു, നിസ്കാരം എൻജോയ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. മഹാനവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയം വല്ലാഹി ഇന്നി ലഅദ്ഖുലു ഫിസ്സലാ ഫഅഹ്മിലു ഹമ്മ ഖുറൂജി മിൻഹാ. 20 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി നിസ്കരിക്കാൻ, ശരിക്കും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും ബോധത്തോടെയും നിസ്കരിക്കാൻ 20 കൊല്ലം കഷ്ടപ്പെട്ടു. പിന്നെ ഒരു 20 കൊല്ലം, 40 കൊല്ലത്തെ അനുഭവമാണ് പറയുന്നത്. രണ്ടാമത്തെ 20 കൊല്ലം ഞാൻ ആനന്ദിക്കുകയായിരുന്നു. ആ കാലഘട്ടം രണ്ടാമത്തെ 20 വർഷത്തിൽ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ റബ്ബേ, ഈ നിസ്കാരം എനിക്ക് സലാം വിട്ടേണ്ടി വരുമല്ലോ എന്ന പേടിയും ഭയവും സങ്കടവും എന്റെ മനസ്സിലുണ്ടായിരുന്നു. നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടാൻ തോന്നുന്നില്ല. സലാം വിട്ടി റബ്ബേ, അല്ലാഹുവേ, നീ ഞങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യൻ തക്ബീർ ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു അവരിലേക്ക് മുന്നിട്ട് നിൽക്കുകയും അവർ പറയുന്നത് ഓരോന്നോരോന്നും അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മുഖം തിരിക്കില്ല. നിസ്കരിക്കുന്ന മനുഷ്യൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എനിക്ക് നിസ്കാരം സലാം വീട്ടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് സങ്കടത്തിലാണ് ഞാൻ പിന്നെ തുടങ്ങുക. റബ്ബേ, ഇത് അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ. നമ്മൾ നിസ്കാരത്തിലെ വലിയ സൂറത്തിട്ട് ഇമാം ഓതിയ ഇമാമിനെ പിരിച്ചുവിടും. ഇതാണ് നമ്മുടെ പരിപാടി. ഒരു ഇമാമിന് തോന്നുക നല്ല റാഹത്തുള്ള നിസ്കാരം നീട്ടി ഓതുക. വൽ ഫജ്രിയൊക്കെ ഓതിയാൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്തേ നമ്മൾ അങ്ങനെ ആയിപ്പോയത്? മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ഒരു അങ്ങാടിയിൽ വെച്ച് നിസ്കരിച്ചപ്പോൾ ഇമാം നിന്നപ്പോൾ നിസ്കാരം വളരെ പെട്ടെന്ന് ചുരുക്കി കളഞ്ഞു. അപ്പൊ ബാക്കിയുള്ള മഅ്മൂമിനെ ചോദിച്ചാൽ എന്താണെന്നറിയോ? അമ്മാർ ഇബ്നു യാസിർ എന്നവരെ, എന്തേ പെട്ടെന്ന് നിസ്കാരം നിർത്തിയത്? കുറച്ചങ്ങ് ഓതിക്കൂടായിരുന്നോ? പറഞ്ഞു, അല്ല, അങ്ങാടിയിലൊക്കെ ടൗണിലൊക്കെ നിൽക്കുമ്പോൾ പിന്നിലുള്ള ആളുകളിൽ ജോലി തിരക്കുള്ളവരുണ്ടാവില്ലേ, പിന്നിലുള്ള ആളുകൾ യാത്രക്കാരുണ്ടാവില്ലേ, കച്ചവടക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഭാരാവില്ലേ, അതുകൊണ്ടൊരു മിതമായിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റൂ. എന്നാലും ഞങ്ങൾ കൊതിച്ചുപോയി, നിങ്ങൾ ഒരൽപ്പം കൂടെ ഖുർആൻ ഓതുകയും നിസ്കാരം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കല്ലിൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ നിസ്കാരം ദീർഘിപ്പിക്കാൻ കഴിയാത്ത സങ്കടം നിങ്ങൾക്ക് വേണ്ട. അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ചോദിച്ചു, അല്ലാഹുമ്മ ലാ തഹരിംനാ ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക യാ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നിഷേധിക്കരുതേ എന്ന നല്ലൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന് പകരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനിച്ചിരിക്കണം. സമാധാനിപ്പിക്കുകയാണ്. എന്തിന്? എന്തേ പെട്ടെന്ന് നിർത്തിയത്? അപ്പൊ നമ്മുടെയും അവരുടെയും ഇബാദത്തിന്റെ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കാം. മുജാഹദ, അല്ലാഹുവിന് വേണ്ടി ഒരൽപ്പം അധ്വാനിച്ചിട്ടുണ്ടോ നമ്മൾ? ഇമാമുന അഹ്മദ് റളിയല്ലാഹു തആല ഹംബലി മദ്ഹബിന്റെ ഇമാമു തന്നെ മഹാനവറുകളുടെ നിരന്തരമായ വിശ്രമമില്ലാത്ത ജീവിതം കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, മതറാഹ, എപ്പോഴാണ് വിശ്രമം? എപ്പോഴാണ് ഇനി വിശ്രമിക്കുന്നത്? ഒരു വിശ്രമം വേണ്ടേ? റെസ്റ്റ് എടുക്കണ്ടേ? അങ്ങനെ ചോദിക്കൂലേ? മതറാഹ, റെസ്റ്റ് വേണ്ടേ? എപ്പോഴാ റെസ്റ്റ് എടുക്കലേ? ചിലപ്പോൾ തോന്നാം, ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോൾ സൗദിക്കാർക്കൊക്കെ 6 മാസമൊക്കെ ലീവ്. 6 മാസം റെസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ 2 മാസം, 1 മാസം, 1.5 മാസമൊക്കെ ഗൾഫുകാർക്ക് ലീവ് കിട്ടുന്നുണ്ട്. ഈ നാട്ടിലുള്ളവർക്ക് ലീവ് തന്നെ അല്ലല്ലോ, അല്ലേ സാർ? അങ്ങനെയല്ലേ വാക്കേ സാർ? നാട്ടിലുള്ളവർക്ക് ഒരു ദിവസം ലീവ് ഉണ്ട്, അന്ന് 100,000 കല്യാണം ഉണ്ടാകും, കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും. നാട്ടിലുള്ളവർക്ക് ലീവില്ല ശരിക്കും, അല്ലേ? നാട്ടിലേക്ക് പിന്നെ എങ്ങനെ ലീവ് എടുക്കുക? ലീവ് വേണ്ടെന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. മതറാഹ, എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത്? എപ്പോഴാണ് വിശ്രമിക്കുന്നത്? മഹാനവറുകൾ കൊടുത്ത മറുപടി അറിയണമേ. അധ്വാനിക്കാൻ വേണ്ടി പറയാം. അർറാഹതു
عند أول قدم تضعها في الجنة അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ആദ്യത്തെ കാല് വെക്കുമ്പോഴാണ് വിശ്രമം. അതുവരെ വിശ്രമമില്ല എന്ന് പറഞ്ഞ ഹദീസ് പണ്ഡിതനാണ് മുസ്നദിന്റെ മുസന്നിഫ്. മുസ്നദ് എന്ന ലോകപ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച സ്വഹാബത്തിന്റെ ഓരോ സ്വഹാബിയുടെയും സ്വഹാബത്തിന്റെ പേരിൽ ഒരു സ്വഹാബിയെ പറഞ്ഞാൽ ആ സ്വഹാബി എത്രയെല്ലാം ഹദീസ് പറഞ്ഞിട്ടുണ്ടോ ആ ഹദീസുകൾ മുഴുവനും ഉദ്ധരിക്കും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു സബ്ജക്റ്റ് നോക്കിയിട്ടല്ല, വിഷയ സംബന്ധിയായിട്ടല്ല, സ്വഹാബത്തിന്റെ സനദ് ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഹദീസിന്റെ ഗ്രന്ഥമാണ് മുസ്നദ്. 60,000-ലേറെ സനദുകളിൽ നിന്ന് ആറ്റിക്കുറുക്കിയുടെ എടുത്ത വളരെ പ്രഗത്ഭമായ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മാസ്റ്റർ പീസ് അൽ മുസ്നദ്. എത്ര വലിയ ത്യാഗമാണ്. എപ്പോഴാ വിശ്രമിക്കുന്നത്? സ്വർഗത്തിലേക്ക് എത്തട്ടെ, ആദ്യത്തെ കാല് വെക്കട്ടെ, അന്നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ലാഹുവേ, നമുക്കൊക്കെ അതിന് തൗഫീഖ് റബ്ബേ നീ നൽകണേ തമ്പുരാനെ. നമ്മളൊക്കെ ദ്വായ കൊണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിൽ നമ്മൾ അധ്വാനിക്കണില്ലല്ലോ. മലയാളികളായ ആൾക്ക് അല്ലെങ്കിൽ അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെറുതെ കിട്ടുമെങ്കിൽ അതാ ചെയിൻ ബിസിനസ് അല്ലാത്തൊക്കെ വെറുതെ വീട്ടിലിരുന്ന കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടും അതിന്. എനിക്ക് ആ പണി മതി. നമ്മൾ അത്രയും ഒരു തരം മടി ബാധിച്ച ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ബ്രോസ്റ്റും കുഴിമന്തിയും കഴിച്ച് നടക്കുന്നത് ഇതന്നെ നമ്മളെ മൊത്തം ഏർപ്പാട്. എല്ലാ റോഡുകളിലും കുഴിമന്തി, ബ്രോസ്റ്റ്, ചിക്കൻ ചുട്ടത്, കരിച്ചത്, ചിക്കൻ കൂക്കിപ്പാഞ്ഞത്, കൂക്കാതെ പാഞ്ഞത്, ഇതൊക്കെ തന്നെയാണ്. ഇതിന് വേണ്ടി ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുക, നമ്മുടെ പാലപ്പെട്ടിപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ. അവിടെ ഇന്ന കോഴി ഉണ്ടോലോ, സ്വർഗത്തിലെ കോഴി, നരകത്തിലെ കോഴി, ഇതൊക്കെ തിന്നാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് പോവുക. നമ്മൾ ചെയ്ത ത്യാഗമാണ്. അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ മടവൂർ ഷെയ്ഖ് അവറുകളോട് കിടക്കുന്നുണ്ട്. മഹാനോടെ മഖാമിലൊന്ന് സിയാറത്ത് ചെന്ന് സലാം പറഞ്ഞ്, കൊടുവള്ളിയോട് അടുത്തല്ലേ, ഒന്ന് സിയാറത്ത്. മമ്പുറം തങ്ങളോട് അടുത്ത് കിടക്കണില്ലേ? ആ മഹാനുഭാവന്മാരൊക്കെ മറവ് ചെയ്യാന്ന് പറഞ്ഞ അല്ലാഹു തആല സുമ്മ അമാതഹു ഫഅഖ്ബറ, മനുഷ്യനെ ഖബറിലേക്ക് അല്ലാഹു കൊണ്ടുവച്ചത് അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമല്ലേ? നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്ന പോലെ കരിച്ചു കളയലാണ് അല്ലാഹുവിന്റെ നിയമമെങ്കിൽ നമ്മുടെ മുൻഗാമികളുമായി നമുക്ക് ബന്ധിക്കാൻ വല്ല വകുപ്പുണ്ടോ? നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കൺമുമ്പിൽ അവരുടെ മുമ്പിൽ ചെന്ന് സലാം പറയാൻ പറ്റൂലേ? വലിയ സൗഭാഗ്യമല്ലേ? നന്മയിലേക്കല്ല നമ്മൾ ഓടുന്നത്, വയറ് നിറയാനാണ്. ആത്മീയ ദാഹത്തിനല്ല, ശരീരത്തിന്റെ ദാഹത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നത്. അപ്പോ നമ്മുടെ അധ്വാനങ്ങളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കുക. അവ്വലു ഖദമിൻ عند أول قدم تضعها في الجنة, സ്വർഗ്ഗത്തിലേക്ക് വെക്കുന്ന ആദ്യത്തെ കാല് വെക്കുമ്പോഴാണ് നമുക്ക് വിശ്രമം എന്ന് പറഞ്ഞ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ദീനിൽ മുജാഹദ ചെയ്യാൻ, ശരീരത്തോട് പടപൊരുതി നിനക്ക് വേണ്ടി സമർപ്പിതരാകാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്നു. എന്ത്? നമുക്കങ്ങനെ ഈ അധ്വാനിക്കാൻ നല്ലൊരു നിയ്യത്ത് നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, പടച്ചവനെ എനിക്ക് നീ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും. മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. ഉദാഹരണം പറയാം, അല്ലാഹു തആലക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുക വലിയ കൂലിയുള്ള കാര്യമല്ലേ? അല്ലാഹുവിന് വേണ്ടി മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിന് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ എന്തിട്ടും സ്വർഗത്തിലൊരു വീട് കിട്ടുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹ്ക്ക് വേണ്ടി കേട്ടോ, അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ. നിയ്യത്ത് ചെയ്യുക, പടച്ചോനെ എനിക്ക് എൻ്റെ വീടൊന്നും ആയിട്ടില്ല, എന്നാലും എൻ്റെ കയ്യിൽ അള്ളാഹു പൈസ തരുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു വീട് തരും, നിനക്ക് വേണ്ടി ഞാനൊരു പള്ളി ഉണ്ടാക്കും. നിയ്യത്ത് ചെയ്തേക്ക് വല്ല പ്രയാസമുണ്ടോ? ഈ സദസ്സിലുള്ള എല്ലാവരും നിയ്യത്ത് ചെയ്തോളൂ. എന്ത്? അള്ളാഹു എനിക്ക് പൈസ തരാണേ, അങ്ങനെ മതി. അള്ളാഹു നിങ്ങൾക്ക് തരികയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ നമ്മുടെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ, യു പിയിലും ബീഹാറിലൊക്കെ ഒരു പള്ളി ഉണ്ടാക്കാൻ ആകെ 5-6 ലക്ഷം റുപ്യ മതി. നല്ല പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നാട്ടിൽ ഉള്ളോടത്ത് പള്ളിൻ്റെ മുമ്പ് തന്നെ പള്ളി, ജുമാൻ്റെ മുമ്പ് തന്നെ അവിടെ തന്നെ ജുമാ, മദ്രസൻ്റെ മുമ്പ് തന്നെ വേറെ മദ്രസ. ഇതാണിപ്പോൾ നാട്ടിൽ നടക്കുന്നത്. ഇത് ഫിത്നയാണ്, അത് പച്ച ഫിത്ന. അതിന് അള്ളാഹിൻ്റെ അടുത്ത് ശിക്ഷ കിട്ടുന്നതാണ്. മനുഷ്യന്മാരുടെ പൈസ പിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ഫിത്ന ഉണ്ടാക്കുക, ചെയ്യരുത്. ജുമയുള്ളിടത്ത് രണ്ടാമത് ജുമ ഉണ്ടാക്കിയ രണ്ടാമത് ജുമേൻ്റെ ജുമ നഷ്ടപ്പെടില്ല, ജുമ കിട്ടൂലല്ലോ. അവിടെ ജുമ നിലവിലുണ്ട്, അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, പിന്നെ അവിടെ തന്നെ പള്ളി, ബാങ്കിൻ്റെ മുമ്പ് തന്നെ ബാങ്ക്, പള്ളി റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പള്ളി. എന്തിനാണിതൊക്കെ? അള്ളാഹിൻ്റെ അടുത്ത് കുറ്റം കിട്ടും. ആ പള്ളിക്കൊക്കെ കുറ്റം കിട്ടും. ആ സംഭാവന ചെയ്താലും കുറ്റമാണ്, അത് നടത്തുന്നവർക്കും കുറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്
മസ്ജിദ് ദിറാർ ചുട്ടുകരിക്കണം എന്ന് പറഞ്ഞത് മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ വേറെ ഒരു പള്ളി, ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞു പോയതാ, ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി പുണ്യമാണ് എപ്പോ? മൻ ബനാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ. അല്ലാത്തതിനൊന്നും ഒരു കൂലിയും കിട്ടൂല, ഒരു സംശയമില്ല. അപ്പൊ ഇല്ലാത്തടത്ത് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി ഉണ്ടാക്കി എത്ര റാഹത്തുണ്ടാവും, എന്തൊരു സന്തോഷമാണത്. എത്ര മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും? മുഅ്മിനീങ്ങളുടെ മനസ്സ് തമ്മിൽ വിഘടനമോ മനസ്സുകൾ തമ്മിൽ വിഭജനമോ ഇല്ലാതെ എന്തൊരു റാഹത്താണത്, അല്ലേ? അല്ലാഹു തആല അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ആവശ്യമുള്ളിടത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു, മനസ്സിൽ കരുതുക. സാധിച്ചാൽ യാ ലഹാ മിൻ നിഅമ, വലിയ സൗഭാഗ്യമാണ്. സാധിച്ചില്ല, നിയ്യത്തിന് അള്ളാഹു കൂലി തരുന്ന. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി, നല്ല നിയ്യത്ത് ഖൽബിലുണ്ടായിരിക്കാം. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. കുറെ ചെയ്യലല്ല വിഷയം, ചെയ്തത് ആർക്ക് വേണ്ടി ചെയ്തു എന്നതാ വിഷയം. ഞങ്ങളുടേതെന്ന് പറയാനാ, അല്ല അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതോ? എന്തിനു പള്ളി ഉണ്ടാക്കി? ഇതാ വിഷയം. എന്തിനുണ്ടാക്കി? മൻ ബന. അതുകൊണ്ടാ പള്ളി ഉണ്ടാക്കിയ സ്വർഗം കിട്ടുന്നല്ല പറഞ്ഞത്. മൻ ബന ലില്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ അപ്പോഴാ കൂലിയുള്ളൂ. അങ്ങനെയൊക്കെ പല ലോബികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലുടനീളം. വലിയ സങ്കടമുണ്ട്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക മുക്കുമൂലകളിലൊക്കെ യാത്ര ചെയ്യാൻ അനുഭവം ഉണ്ടാകുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. നമ്മളൊരു നാട്ടിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഇങ്ങനൊരു ഫിത്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിടത്ത് പള്ളി, ജുമാൻ്റെ മുമ്പിൽ ജുമാ, മദ്രസൻ്റെ മുമ്പിൽ. എന്ത് ഒരു ആശയവ്യത്യാസമൊന്നുമില്ല, വെറുതെ ഞങ്ങളത് വേറെ വേണം, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാ. വലിയ വലിയ ഫിത്നയാണ്. അള്ളാഹുവെ നീ കാത്ത് രക്ഷിക്കണേ പഠിച്ചവനെ. നല്ല നിയ്യത്ത് അള്ളാഹു അവരുടെയും എല്ലാവരുടെയും ഖൽബിൽ അള്ളാഹു നൽകട്ടെ. ആമീൻ. ജനങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റൂല. ജനങ്ങൾ പലതും ചെയ്തേക്കും. വലൗ അഅ്ജബക കസറത്തുൽ ഖബീസ് ലാ തസ്തവിൽ ഹസനതു വസ്സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. വലൗ അഅ്ജബക കസറത്തുൽ ഖബീസ്, ഒരുപക്ഷേ തെറ്റുകൾ ചെയ്യുന്നത് സർവ്വവ്യാപകമായേക്കാം. അതിന്റെ പേരിൽ ഒരു തിന്മ നന്നായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തിന്മ തന്നെയാണ് ആര് ചെയ്താലും. അതൊക്കെ ഒരു തരത്തിലുള്ള പൊങ്ങച്ചത്തിന് ഇടവരും, പൊങ്ങച്ചം വരും. ഉള്ളിൻ്റെ ഉള്ളിൽ തരക്കേടില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ വന്നു പോയാൽ വലിയ അപകടമല്ലേ? അമലുകൾ നഷ്ടപ്പെട്ടു പോവില്ലേ? നമ്മുടെ പരിശ്രമങ്ങൾ വൃഥാവിലായി പോവില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ആരെയും ആക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇബാദത്തുകൾ രഹസ്യമാക്കി വെക്കാനുള്ളതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ രഹസ്യമാക്കി വെക്കുക. മുൻഗാമികളിൽ 40 വർഷത്തോളം സുന്നത്ത് നോമ്പെടുത്ത്, 40 കൊല്ലത്തോളം സുന്നത്ത് നോമ്പെടുത്തിട്ട് ആ സുന്നത്ത് നോമ്പ് സ്വന്തം ഭാര്യ പോലും അറിയാതെ നോറ്റ മഹത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. 40 കൊല്ലം. മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, ലഖദ് അദ്റക്നാ അഖ്വാമൻ മാ കാന അലാ ളുഹ്റിൽ അർളി മൻ അമില മിൻ അമലിൻ യഖ്ദിറൂന അലാ അൻ യഅമലൂഹു ഫിസ്സിർരി ഫയകൂന അലാനിയതൻ അബദാ. നമ്മുടെ മുൻഗാമികൾ ഏതെങ്കിലും ഒരു നന്മ രഹസ്യമായി ചെയ്യാൻ കഴിയുമായിരിക്കെ അത് പരസ്യമായി ചെയ്യുന്ന പ്രശ്നമില്ലായിരുന്നു, പരസ്യമാക്കി ചെയ്യാറില്ലായിരുന്നു. സ്വകാര്യമാണ്, നന്മകൾ സ്വകാര്യമാക്കി ചെയ്യാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദിസുൽ ഫഖീഹുൽ വരിഉ, അല്ലാഹുവിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു രാത്രി ഖായിമുൻ ബിൽ ലൈലി സ്വായിമുൻ ബിൻ നഹാരി വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, രാത്രി നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും അള്ളാഹുക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഓടുകയും ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന ആലിം പണ്ഡിതനാണ്. യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുഖം മൂടി ധരിക്കുമായിരുന്നുവല്ലോ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യളഉൽ ലിസാം, മുഖം മൂടി മാസ്ക് ധരിക്കും, ആളറിയാതിരിക്കാൻ. ആളറിയണ്ട, ഇന്ന് ഞാനാ ചെയ്തത് എന്നാ വിളിച്ചു പറയണം. ഞങ്ങളാണ് അങ്ങനെ പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. നന്മകൾ വിളിച്ചു പറയണ്ട, തിന്മകളാണ് ഒട്ടും വിളിച്ചു പറയണ്ട. നന്മകൾ നമ്മൾ വിളിച്ചു പറയുന്നു, തിന്മകൾ മറച്ചു വെക്കുന്നു. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ മറച്ചു വെച്ചേക്കണം. പൊങ്ങച്ചം പറയല്ലേ, ആളുകളോട് കാണിച്ചു കൊടുക്കല്ലേ. മഹാനായ ഇബ്നു അബി ദുനിയ
മഹാനവറുകൾ സനദോടുകൂടെ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. ഒരു ആലിം അല്ലാമ ഇബ്നു സമ്മർ റളിയല്ലാഹു അൻഹു നമ്മുടെ ആത്മസംസ്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട അടുത്ത ജോലി മുഹാസബത്തുൻ നഫ്സി മുഹാസബതൻ ദഖീഖ, വളരെ സൂക്ഷ്മമായി ശരീരത്തെ വിചാരണ ചെയ്യണം. നമ്മൾ സ്വന്തം ശരീരത്തെ, മറ്റു ജനങ്ങളെ വിചാരണ ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മെ വിചാരണ ചെയ്യാൻ. അല്ലാമ ഇബ്നു സമ്മദങ്ങളുടെ സംഭവം മഹാനായ ഇബ്നു അബി ദുനിയ തങ്ങൾ അവിടെ കിതാബിൽ രേഖപ്പെടുത്തി. വിഷയം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു സമ്മദങ്ങൾ കണക്കുകൂട്ടി, എനിക്കെത്ര വയസ്സായി, എത്ര വയസ്സായി കണക്കൂട്ടിയാൽ ഓരോ കൊല്ലം ഓരോ വയസ്സ് കൂടൂല എല്ലാവർക്കും. പെണ്ണുങ്ങൾക്ക് കൂടാറില്ല എന്നാണ് കേട്ടത്. പെണ്ണുങ്ങൾക്ക് തീരെ വയസ്സ് കൂടുന്നില്ല. ഓല എന്നും 22, എന്നും 18ആണ്. 25 വയസ്സുള്ള മോൻ ഉണ്ടാവും. എന്നാലും ഉമ്മ പറയും എനിക്കിപ്പോൾ 31 ആയിക്കോളൂന്ന സംശയമാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, വയസ്സ് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്തിനാ? നമ്മുടെ തൊട്ടടുത്ത് ഒരു അനുഭവം ഉണ്ടായി. ഒരു സഹോദരി അന്ന് നാട്ടിൽ ഈ മറ്റേ ആധാറോ വോട്ടർ പട്ടികൻ്റെ എന്തിൻ്റെ ആവശ്യത്തിന് വയസ്സ് ചോദിച്ച് അഡ്രസ്സ് ചോദിച്ച് വിരക്ക് വന്നതാണ്. അപ്പോൾ അന്ന് കുറച്ച് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ല തങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എത്ര പഠിച്ചു, കാര്യങ്ങൾ അഡ്രസ്സൊക്കെ ക്ലിയറാണ്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ വിരുന്നേര് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ താത്ത പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞു നിങ്ങൾ നാളെ വരും. ഞാൻ 54 എഴുതിപ്പോയി. സംഭവം 54 ഇവർക്ക് ആയിട്ടില്ല. എന്നിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ പറയാൻ, നമ്മളിത് ഓരോരോ വീടും കയറി ഇറങ്ങുകയാണ് ഓരോ ദിവസവും. ആ വയസ്സായതാണ് പറഞ്ഞെന്നാൽ പോരെ, എത്ര വയസ്സായി എന്നറിയാൻ വേണ്ടി ഞാൻ നാളെ ഇതേ റൂട്ടിൽ ഇനി രണ്ടാമത് വരണം. ഞാൻ 54 എഴുതി പോയി നിൽക്കണെന്ന്. അതിൽ തള്ളങ്ങ് പേടിച്ചു. റഹ്മാനായ റബ്ബേ, എനിക്ക് 54 ആയിട്ടില്ലല്ലോ, 44 ആവണല്ലേ ഉള്ളൂ, 10 വയസ്സ് കൂട്ടി എഴുതി പോയത്. അപ്പം എന്തേ നമുക്ക് വയസ്സ് കൂടുന്നില്ല എന്നാണ് വിചാരിക്കണത്. സംഭവം കൂടുന്നുണ്ട്. നമ്മൾ മരിക്കൂല എന്നാണ് തോന്നുന്നത്, മരിക്കാൻ നേരായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വയസ്സ് കൂടാതിരിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. 33 എന്ന് പറഞ്ഞാൽ അത് 33 തന്നെയാണ്. ഈ 13കാരൻ 12കാരൻ എന്നൊക്കെ പറഞ്ഞ് വേറൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ് വരസിയ ആൾക്കാരുണ്ട്. വാന മിൻഹും. അന്നൊക്കെ എന്ത് ചെയ്യും, 18 വയസ്സായാലും സംഘാടകർ 14കാരൻ വരുന്നു. ഇവിടെ എനിക്ക് 18 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 20 ആയിട്ടും കാണാം, 16കാരൻ വരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ സംഘാടകർക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ നുണ പറഞ്ഞാലേ നടക്കുള്ളൂ. 20കാരൻ തന്നെ ആരെയും വരുമോ? അപ്പോൾ അത്ഭുതമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് നുണ പറയണ്ട. നമ്മൾ ഉള്ള വയസ്സ് പറഞ്ഞൂടെ? വയസ്സ് എന്തായാലും കൂടുന്നില്ലേ? ആ കാണുന്ന വയസ്സ് ഇതല്ലേ? അപ്പോൾ മഹാനായ ഇബ്നു സമ്മദങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 60 വയസ്സായിട്ടുണ്ട്. അല്ലാഹുവേ, 60. നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ് നല്ലയില്ലായിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിന് 63 വയസ്സായ സമയത്ത് 64ലേക്ക് കടന്നപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വയസ്സ് പായി കഴിഞ്ഞു. ഞാനിപ്പോൾ ആ വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഉസ്താദ് അങ്ങനെ എപ്പോഴും പറയും. അത്തിപ്പറ്റ ഉസ്താദ് പറയും, പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ജമാഅത്തായിട്ടല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പ്രായപൂർത്തി അള്ളാഹു അവരുടെയൊക്കെ ആ ഒരു ജീവിതത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ബറക്കത്തായിരിക്കും ഒരു പക്ഷേ അള്ളാഹു നമുക്കൊക്കെ ഇങ്ങനെ ദീനൻ പഠിക്കാനും അറിയാനൊക്കെ അവസരം ഉണ്ടാക്കി തരുന്നത്. ആ മഹാന്മാർക്ക് അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മളോടൊപ്പം ഇരിക്കുന്ന മഹത്തുക്കൾ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നിങ്ങളെല്ലാവരും അൻതും ഖൈറും മിന്നി, നിങ്ങളെല്ലാവരും എന്നെക്കാളും ഖൈറായവരാണ്, ഒരു സംശയമില്ല. നിങ്ങളുടെ ആമീൻ കാരണം നമ്മളിവിടെ പറയുന്ന ദുആയിന് അല്ലാഹു ഉത്തരം തരും. അല്ലാഹു ഉത്തരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്നു സമ്മർ റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടി നോക്കുമ്പോൾ 60 വയസ്സായിരിക്കുന്നു. കൃത്യമാണ് 60. ബഹുമാനപ്പെട്ടവർ കൂട്ടി നോക്കി, ഈ 60 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടായിരിക്കും? അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അറബ് മാസങ്ങളുടെ കണക്ക് പ്രകാരം 60 വയസ്സാകുമ്പോൾ 21,900 ദിവസം ഉണ്ടാവും. 21,900 ദിവസം ജീവിച്ചിട്ടുണ്ടാവും 60 വയസ്സായാൽ. 60 വയസ്സായവരൊക്കെ ആലോചിക്കുക, 40 ആയാലും അതിൽ കുറച്ചായിട്ടുണ്ടാവും. 21,900 ദിവസം. ബഹുമാനപ്പെട്ടവർ ആലോചിച്ചത് ഇങ്ങനെയാണ്, യാ അല്ലാഹ് 21,900 അല്ല, 21,900 ദിവസം ഞാൻ ജീവിച്ചു. ആ ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരേ ഒരു തെറ്റ് ഒരു ദിവസം ഒന്ന്
ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ റെക്കോർഡ് അള്ളാഹു നൽകുന്ന കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ജീവിച്ച ദിവസത്തിൻ്റെ എണ്ണപ്രകാരം ഒന്നുകൂട്ടിയാൽ എനിക്ക് 21,900 പാപങ്ങൾ എനിക്ക് വായിക്കേണ്ടി വരുമല്ലോ റബ്ബേ. ഒരു ദിവസം 1 കണക്കാക്കിയാൽ ഞാൻ 1 റബ്ബേ, ഒരു ദിവസം എത്ര തെറ്റ് ചെയ്ത് കാണും? ഇതെല്ലാം മിനിമം 21,900 ഇതൊക്കെ വായിക്കണ്ടേ റബ്ബേ, ഞാൻ എത്ര ചെയ്ത് കാണും? ഫസ്വറഹ, മഹാനവറുകൾ ഒരു അട്ടഹാസമാണ് ഉണ്ടാക്കിയത്. ഫഖറ മയ്യിത, ആ അട്ടഹാസത്തിൽ വഫാത്തായി പോയ മഹാനാണ് അല്ലാമ ഇബ്നു സ്വമ്മർ റളിയല്ലാഹു തആല. നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ സ്വന്തത്തെ പറ്റി? റബ്ബേ, ഞാൻ എന്ത് ചെയ്തു? എത്ര നന്മ ചെയ്തു? ഞാൻ എത്ര തിന്മ ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന് എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഞാൻ ചെയ്തു കൂട്ടി? നമ്മൾ സ്വയം ഒരു വിചാരണ, ജനങ്ങളെ നമ്മൾ വിചാരണ ചെയ്യാൻ ഒരുക്കമാണ്, മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ വലിയ ആവേശമാണ്. പക്ഷെ നമ്മൾ നമ്മെ വിചാരണ ചെയ്യുന്നുണ്ടോ? ഈ സ്വയം വിചാരണ നമ്മുടെ ഈമാനികമായ വ്യക്തിത്വം പടുത്തുയർത്താൻ അനിവാര്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും അനിവാര്യമായത് നമ്മുടെ ചർച്ചകൾ അവസാനിപ്പിക്കാറാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ത്വലബുൽ ഇൽം, വിജ്ഞാനം അന്വേഷിച്ചുള്ള യാത്രയാണ്. ആലിമീങ്ങൾ പറയും, എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അള്ളാഹു വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 21ാം നൂറ്റാണ്ടുകാരന് അള്ളാഹു നൽകുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതിലെ ഇന്റർനെറ്റ് കണക്ഷൻസ്, നമ്മുടെ PC, നമ്മുടെ ലാപ്ടോപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇത് ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു ഉപയോഗിക്കാൻ തന്ന ഏറ്റവും വലിയ ടൂളാണ്, ഏറ്റവും നല്ല ഉപകരണമാണ്. നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ. മുൻകാലത്ത് പുസ്തകങ്ങളായിരുന്നു, എന്നത് മാറി. പുസ്തകാരെ വായിക്കുന്നത്? പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായിക്കേണ്ട ഉറക്കം വരാൻ വേണ്ടി. ഉറക്കഗുളികൾക്ക് പകരം പുസ്തകം വായിച്ചാൽ ഉറങ്ങുന്ന, ഒരു പേജ് അങ്ങോട്ട് വായിച്ചാൽ ഉറങ്ങിപ്പോവും. ആരാ പുസ്തകം വായിക്കുന്നത്? ഒക്കെ കേൾക്കുകയാണ്. വാട്സപ്പ് കേൾക്കുന്നു, ഫേസ്ബുക്ക് കാണുന്നു, യൂട്യൂബ് കാണുന്നു. തന്നെ കാണുക, കേൾക്കുക, വായിക്കുന്നില്ല. അതാണ്. അപ്പോൾ അല്ലാഹു തആല വായിക്കാൻ മടിയായപ്പോൾ കാണാനും കേൾക്കാനുമുള്ള അവസരം ഒരുപാട് തന്നു. എന്നാൽ അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുക. നല്ലത് കേൾക്കുക, നല്ലത് കാണുക, അത്ര ചെയ്താൽ പോരെ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ അൻത അലമു ബിഹിം വബിനിയാതിഹിം, പടച്ചവനെ നീ അവർക്ക് കൂലി കൊടുക്കണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ട് വിജ്ഞാനം തേടണം? ആ ഒരു വിജ്ഞാനം തേടാനുള്ള യാത്രയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് ഈ പാലപ്പെട്ടിപ്പാറയിലേക്ക് വന്നിരിക്കുന്നത്. ത്വലബുൽ ഇൽമി, ഇൽമ അന്വേഷിച്ചുകൊണ്ടാണ്, ഇൽമ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ട്? ഇന്നൽ മലായികത തളഉ അജ്നിഹതഹാ, മലാക്കമാർ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. റിളം ബിമാ യസ്ന, പഠിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് താല്പര്യമാണത്രേ. ആകാശലോകം, പറവകൾ, മത്സ്യങ്ങൾ മുഴുവനും യദ്ഉൽ, അവർക്ക് വേണ്ടി തുസല്ലി, അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ദുനിയാവിലും നാളെ ആഖിറത്തിലും മുഖത്തിന് അല്ലാഹു ശോഭ നൽകും. അല്ലാഹു ശരിയായ വിജ്ഞാനം നൽകിയാൽ, ഇൽമുണ്ടെങ്കിൽ മുഖത്തിന് ശോഭ ഉണ്ടായിരിക്കും. നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകളെ അമുസ്ലിമാണോ അല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ മുഖത്തൊരു വെളിച്ചം കാണുമല്ലോ. നമ്മൾ എത്ര കറുത്ത ആളാണെങ്കിലും മുസ്ലിമാണോ, മുഖത്തൊരു വുളൂവിൻ്റെ വെളിച്ചം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനെ ഒരു സുഹൃത്ത്, അതിനോട് പറഞ്ഞ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ. അവർ പറയാൻ, ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി സലാലയിൽ വെച്ചൊരു മലയാളി, തെക്കൻ ജില്ലയിൽപ്പെട്ട അദ്ദേഹം മുസ്ലിമാവാൻ കാരണം പറഞ്ഞത്, സിനിമാ ഹാളെന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു, ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ മുഖവും ഞാൻ കണ്ടു, രണ്ടും വ്യത്യാസമുണ്ട്. ആ ചെറുപ്പക്കാരൻ ഹിന്ദു ആയിരുന്നു, ഹിന്ദുവിന് ക്രിസ്ത്യാനോ എന്നറിയില്ല, ഇതെല്ലാം കൂടെ 26 ഇയേഴ്സ് എങ്ങാനും പ്രായമായിട്ടുള്ളൂ, ചെറുപ്പക്കാരനാണ്. ഗൾഫ് രാജ്യത്ത്, ഒരു രാജ്യത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആരോ നമ്മളെ കൗമപ്പെട്ട ഒരാൾ പാര പണിഞ്ഞു, അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നാട്ടിലാണ്. എന്താ ചെയ്യുക? വലിയ വിഷമാണ്. ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം മുസ്ലിമാവാൻ കാരണം പറഞ്ഞ വിഷയം ഇതാണ്. എങ്ങനെ? സിനിമ കണ്ട് ആസ്വദിച്ച് 2-3 മണിക്കൂറും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ
ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുഖത്ത് എന്തെന്നില്ലാത്തൊരു കറുപ്പ് കാണുന്നുണ്ട്. നേരെ മറിച്ച് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന മുസ്ലിമീങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു, മുഖത്ത് എന്തോ ഒരു വെളിച്ചം. ആ കാരണം കൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു മലയാളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ, ആമീൻ. ചില വെളിച്ചം അള്ളാഹു കൊടുക്കുകയാണ്, മുഖത്ത് കൊടുക്കും. അത് കറുപ്പ് നിറാണെങ്കിലും വെളുത്ത നിറാണെങ്കിലും ഈമാനിൻ്റെ ഒരു വെളിച്ചം വേറെയുണ്ട്, അത് നമുക്കറിയാൻ പറ്റും. അല്ലാഹു തആല പരലോകത്ത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്, സുജൂദ് ചെയ്തത് കാരണം അല്ലാഹു മുഖങ്ങൾക്ക് ശോഭ നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു നമ്മുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യൗമ തബിയല്ലു വുജൂഹു വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ട്, ചില മുഖങ്ങൾക്ക് നാളെ കറുത്ത നിറം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ. എന്നാൽ ഇൽമുള്ള ആളുകൾക്ക് ആ ഇൽമ് ത്വലബത്തുൽ ഇൽമിൽ മുഖ്ലിസീൻ, ഈമാനുള്ള ഇഖ്ലാസോടുകൂടെ ഇൽമു പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് മുഖത്ത് ശോഭയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. نظر الله امرأ سمع مقالتي فوعاها فأداها كما سمعها فرب مبلغ أوعى من سامع. ഹബീബായ നബിയുടെ ഹദീസ് അല്ലേ ഇത്? നല്ലറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യന് അല്ലാഹു ശോഭ നൽകട്ടെ, പ്രഭ നൽകട്ടെ. സമിഅ മഖാലതി, ഞാൻ പറഞ്ഞ ഹദീസുകൾ കേൾക്കുകയും ഫവആഹ, അത് മനപ്പാഠമാക്കുകയും ഫഅദ്ദാഹാ കമാ സമിഅഹാ, ഞാൻ പറഞ്ഞതായി എങ്ങനെയാണോ കേട്ടത് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫറുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ, നേരിട്ട് നബിയിൽ നിന്ന് ഹദീസ് കേട്ട് പഠിക്കുന്ന ആൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്ത ആളെക്കാളും കേട്ട ആളുകൾക്ക്, ആർക്കാണോ ഇയാൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് പറഞ്ഞു കൊടുത്ത ആളെക്കാളും ഓർമ്മശക്തി ഉണ്ടായിരിക്കും. ഞാനൊരു ഹദീസ് പറയുന്നു, ഒരുപക്ഷെ ഞാനത് മറന്നുപോയേക്കും, ചിലപ്പോ 1 കൊല്ലം കഴിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞ് മറന്നുപോയി. കേട്ടുപോയ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും പറഞ്ഞ എന്നെക്കാളും. അതുകൊണ്ട് നിങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കണം, പറയുന്നവരെക്കാളും ഓർമ്മശക്തിയുള്ള കേൾവിക്കാരുണ്ടായിരിക്കും. ഏതായിരുന്നാലും ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ എന്ന് നമ്മുടെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഇൽമു പഠിക്കണം. ആ ദുആയിൽ ഹബീബ് പറഞ്ഞില്ല മുഖപ്രകാശം ഉണ്ടാകുമെന്ന്, അതിനു വേണ്ടി ഇൽമു പഠിക്കാൻ ഇറങ്ങ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ദീനിന്റെ ഇൽമ്, ഇസ്ലാമിന്റെ ഇൽമ് ആരെങ്കിലും കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരിൽ അദാലത്തുണ്ട്, തസ്കിയത്തുണ്ട്, അവരെ സംശുദ്ധരാണ്, അവരെ സത്യസന്ധരാണെന്ന് നബി തങ്ങളുടെ സാക്ഷ്യമുണ്ട്. ഇൽമ് പഠിക്കുന്ന ആളുകൾ യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു ينفون عنه تحريف الغالين وانتحال المبتلين وتأويل الجاهلين. يحمل هذا العلم, പിൻഗാമികളിൽ നിന്ന് ഈ ഇൽമിനെ കൊണ്ടു നടക്കുന്നത് ഉദൂലുഹു, അവരിൽ ഏറ്റവും നല്ല ആളുകളാണ്. اللهم اجعلنا منهم آمين. يحمل هذا العلم من كل خلف عدول اللهم اجعل علماءنا وأئمتنا منهم آمين يا رب العالمين. ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ സത്യസന്ധന്മാരാണ്. ينفون عنه تحريف الغالين وانتحال المبتلين وتأويل الجاهلين. വിവരമില്ലാത്ത ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖുർആനിന്റെ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, ഹദീസുകൾ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, ദീനിലില്ലാത്തത് പറയുമ്പോൾ അതെല്ലാം തിരുത്തി കൊടുക്കുന്ന ആലിമീങ്ങൾ സത്യത്തിൽ അവർ സത്യസന്ധരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇൽമു പഠിക്കണമെന്ന് പറയാൻ കാരണം. മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തർത്തീബുൽ മദാരിക്കിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വിവാഹിതനായി
തന്റെ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തു, അവർക്ക് കുഞ്ഞുണ്ട്. അപ്പോഴാണ് വിജ്ഞാനം നേടാനുള്ള ദാഹം ഖൽബിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇൽമു പഠിക്കാൻ പോവുകയാണ്, ഒന്നുകിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോ, അതല്ല ഞാൻ വരുന്നവരെ വീട്ടിൽ കാത്തിരിക്കേണ്ടി വരും, എന്ത് വേണം? ഭാര്യ പറഞ്ഞു, ഞാൻ കാത്തിരിക്കാം. അവർ ത്വലാഖ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നു. തന്റെ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് അവര് മദീനയിൽ വന്നു. മദീനയിലെ ലോകപ്രസിദ്ധനായ ആലിമാണ് ഇമാമുന മാലിക് ഇബ്നു അനസ് അൽ മദനി, ഇമാമു ദാരിൽ ഹിജ്റ. ഇമാമു ദാരിൽ ഹിജ്റ യൂഷികു അൻ തദ്രിബ അക്ബാദുൽ ഇബ്ലി ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമ. മദീനയിലെ ഒരു ആലിമിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്ന ഹദീസ് മഹാനായ ഇമാമുന മാലിക് തങ്ങളെ സംബന്ധിച്ചാണെന്ന് ശാഫിഈ ഇമാം അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഗൽഭനായ ഇമാമിൽ നിന്ന് ഇൽമ പഠിക്കാനാ വന്നത്. അങ്ങനെ രാത്രിയായാൽ ഞാൻ രാത്രിയുടെ അവസാനം സുബഹിയുടെ തൊട്ട് മുമ്പുള്ള നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും. ഒരു മസ്അല, 2 മസ്അല, 4 മസ്അലകൾ ഞാൻ ചോദിച്ചു പഠിക്കും ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. മാലിക് തങ്ങൾ ഹദീസ് പറയുമ്പോൾ കുളിച്ച് ശുദ്ധിയായി അത്തർ പുരട്ടുന്ന, എന്നിട്ടാണ് ഹദീസ് പറയാം. സുബ്ഹാനല്ലാഹ്. വേദ പറയൊക്കെ ചെയ്യണേ മിനിമം ഒതുകൊടുക്കെങ്കിലും വേണം. നമ്മൾ അത്രയെങ്കിലും പറയണ്ടേ, മിനിമം ഒതുകൊടുക്കെങ്കിലും വേണം. ഒരുപാട് ഹദീസ് ആയത്തൊക്കെ പറയേണ്ടി വരില്ലേ. മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹദീസ് പഠിപ്പിച്ച മഹാനാണ്. ഞാൻ ആ വാതിലിക്കൽ ചെന്ന് ഇൽമു പഠിക്കും. എന്നിട്ട് അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വാതിലിക്കൽ ചെന്ന് ഒരു ദിവസം കടന്നുറങ്ങി. വാതിലിക്ക് എന്തിനെന്നറിയോ? ഇമാമ് വരുമ്പോൾ ഇൽമു പഠിക്കാൻ, അതിനായി കിടക്കുന്നത്. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അന്നൊന്നും അലാറൊന്നും ഇല്ലല്ലോ, ബോഡി അലാറമേ, ശരീരത്തിൻ്റെ അലാറമേ ഉള്ളൂ, അല്ലാത്ത ഒരു അലാറം ഇല്ലല്ലോ. എങ്ങനെ എവിടുന്ന് എണീക്കാൻ? നമുക്ക് സർവ്വ അലാറാണ്. നാട്ടുകാർ മുഴുവൻ എണീറ്റിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാത്തവരുണ്ട്. അലാറം കൊണ്ടേ അയലോക്കക്കാർ മുഴുവൻ എണീറ്റിട്ടുണ്ട്, ഇവ എഴുന്നേറ്റിട്ടില്ല സ്വന്തം ബെഡെന്ന്. അങ്ങനെ ഉണ്ടാവില്ലേ? അന്ന് അലാറമില്ലാതെ ഇവരൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റത്. നമുക്ക് അലാറം ഉണ്ടായിട്ട് എണീക്കാൻ പറ്റണില്ല. നമ്മളൊക്കെ ഇപ്പം എന്തിനാ? നമ്മളെ നല്ല ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഉഷാറാണ്, നമ്മുടെ കാര്യം വളരെ പോക്ക, എൻ്റെ കാര്യം പോക്ക. അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ്ന വ അസ്ലിഹ് അൻഫുസനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരണേ പടച്ചോനെ. വലിയ വിഷമമാണ്. അവിടെ ഇങ്ങനെ വാതിൽക്കൽ ഇരുന്നു, അവിടെ ഉറങ്ങിപ്പോയപ്പോൾ മാലിക് ഇമാമിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു കറുത്ത പെൺകുട്ടി, ഒരു അടിമ സ്ത്രീ വന്നിട്ട് കാലുകൊണ്ട് തട്ടിയിട്ട് എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു. ഇമാമ പള്ളിക്ക് പോയി, നിസ്കരിക്കാൻ വേണ്ടി പോയി. നിന്നെ പോലെ ഉറങ്ങുന്ന ആളല്ല ഇമാം എന്ന് ആ പെൺകുട്ടി പറയാണ്. എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അപ്പോഴേക്കും ഇമാം പള്ളിയിലെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയാൻ, എൻ്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് 49 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഈ 49 കൊല്ലത്തിൽ ഒരു 10-18 കൊല്ലമേ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാതിരുന്നിട്ടുള്ളൂ, ആ വീട്ടിലില്ലാതിരുന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ 49 കൊല്ലത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതവുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോ ഞാൻ അറിഞ്ഞപ്പോ ഇശാ നിസ്കാരത്തിന്റെ വുളു കൊണ്ട് ബഹുമാനപ്പെട്ടവർ സുബ്ഹി നിസ്കരിച്ചിരുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രമുഖനായ 100ഓളം സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ മാലിക് റളിയല്ലാഹു തആല. അവരാ മാലിക് മദ്ഹബിന്റെ ഇമാം. എന്നിട്ട് നമ്മൾ ആൾക്കാർ എന്ത് മദ്ഹബ്, എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് മാലികി, ഇവരൊക്കെ ആരാന്ന് മിനിമം ബയോഗ്രഫിയെങ്കിലും പഠിച്ചാൽ ഇത് പറയാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പഠിച്ചിട്ട് പറയും. വെറുതെ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവരൊക്കെ ചെയ്ത സേവനം ചെറുതാണോ? ഇവരൊക്കെ ചെയ്ത ഇജ്തിഹാദില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ ഹദീസ് നമ്മൾ വ്യാഖ്യാനിക്കും? എങ്ങനെ ഫിഖ്ഹിന്റെ നിയമങ്ങൾ കണ്ടെത്തും? ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാമിന്റെ വാതിൽക്കൽ 17 കൊല്ലം ഇൽമു പഠിക്കാൻ കിടന്ന മഹാനാണ് അല്ലാമ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ 17 കൊല്ലമാണ്. അവർ പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. മദീനയിൽ ചെന്നിട്ട് ഞാൻ കച്ചവടത്തിനല്ല പോയത്, ഹദീസ് പഠിക്കാൻ വേണ്ടി 17 കൊല്ലം ഇമാമിന്റെ വാതിൽക്കൽ ചെന്ന് ഓരോ രാത്രിയിലും 1 ഹദീസ് 2 ഹദീസ് പറഞ്ഞു തരുമ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന സുബ്ഹിക്ക് മുമ്പുള്ള നേരത്ത് ഞാൻ അവരെന്ന് ഇമാമിനോട് ഹദീസ് ചോദിക്കാൻ പഠിച്ചിരുന്നു. അതിനാ ഞാൻ ചെന്നത്.
അങ്ങനെ ഒരിക്കൽ ഇമാമിന്റെ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഈജിപ്തിൽ നിന്നും ഒരു ഹജ്ജിന് വരുന്ന സൈന്യം കടന്നവൻ. ഹജ്ജിന് വരുന്ന കൂട്ടം ആളുകൾ, ഹുജ്ജാജു ബൈത്തില്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ ഈജിപ്തുകാർ. ഇബ്നു ഖാസിം തങ്ങളുടെ നാട് ഈജിപ്താണ്. അപ്പോ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് വന്നതാ, ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. അക്കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇമാമുന മാലിക് എന്നവരോട് ചോദിച്ചു, മൻ ഫീകും ഇബ്നു ഖാസിം, നിങ്ങളിൽ ആരാണ് ഇബ്നു ഖാസിം? മാലിക് തങ്ങൾ പറഞ്ഞു, ദാ അവിടെ ഇരിക്കുന്ന ആളാണ്. ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നു. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് എഴുന്നേറ്റ് നിന്നു. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഉപ്പയുടെ കൈ പിടിക്കുകയും ഉപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തപ്പോ ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു, എന്റെ മകന്റെ ഗന്ധം എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്. 17 കൊല്ലം കഴിഞ്ഞ് എന്റെ മോനാണ് വന്നിരിക്കുന്നത്, വാപ്പയെ തിരക്കി വന്നിരിക്കുന്നത്. 17 കൊല്ലമായി കാണാത്ത മോനാണിത്. ഫസല്ലമ വആനഖ. ഇങ്ങനെയൊക്കെ ഇത്ര ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ? കുടുംബത്തൊക്കെ ഇട്ടിട്ട് എൽമ പഠിക്കാൻ പോവാൻ മിനിമം ഒരല്പസമയം എൽമ പഠിക്കാൻ ചെലവഴിച്ചൂടെ? കുറഞ്ഞ നേരം പത്രങ്ങൾ ഇങ്ങനെ വായിക്കാൻ, ചാനൽ ചർച്ചകൾ കേട്ട തന്നെ പിന്നെയും കേൾക്കാൻ, ചർച്ചിത ചർച്ചകൾ തന്നെ വീണ്ടും വീണ്ടും. അനാവശ്യത്തിനൊക്കെ സമയമുണ്ട് നമുക്ക്. എൽമിന് ഒരല്പസമയം, നമ്മുടെ ഒരല്പസമയം അങ്ങ് മാറ്റിവെച്ചുകൂടെ? അല്ലാഹുവേ, ഇൽമ പഠിക്കാനുള്ള ഈ ഒരു ജിജ്ഞാസയും ആഗ്രഹവും അഭിലാഷവും ഞങ്ങളുടെ ഖൽബുകളിലേക്ക് നൽകണമേ തമ്പുരാനെ.